നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സിറ്റി ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കൊത്താട്ടുകുളം രാമപുരം റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറിടിച്ച് വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് പണ്ടപ്പള്ളി സ്വദേശി മാത്യു. അപകടമുണ്ടായത് താമരക്കാട്ടിൽ, 2 പേർക്ക് പരിക്ക്. കല്ലൂർക്കാട് പഞ്ചായത്തിന് പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം നടത്തി. മുൻ MLA എൽദോ ഇബ്രാഹിമിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനം ചെയ്ത് മന്ത്രി MP രാജേഷ്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ OP ബ്ലോക്ക് ഉടൻ നാടിന് സമർപ്പിക്കും. മാത്യു കുഴൽനാടൻ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചാണ് ബ്ലോക്ക് നിർമ്മിച്ചത്. ലേബർ റൂമിന്റെയും നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനവും ഉടൻ നടത്തുമെന്ന് MLA. നിർമ്മല ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സുവർണ ജൂബിലി സംഗമം സംഘടിപ്പിച്ചു. ഒത്തുചേർന്നത് 1975 SSLC ബാച്ചിലെ 75ഓളം വിദ്യാർത്ഥികൾ. സംഗമം ഉദ്ഘാടനം ചെയ്ത മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴ കാർഷികോത്സവം 2025 18 വരെ നീട്ടിവെച്ചു. വിപുലമായ പരിപാടികളാണ് മേള നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത്. കുതിരസവാരിയും മറ്റ് വിവിധ കലാപരിപാടികളും ഉൾപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കോത്താട്ടുകുളം രാമപുരം റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. പണ്ടപ്പള്ളി സ്വദേശി മാത്യുവാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. കോത്താട്ടുകുളം രാമപുരം റോഡിൽ താമരക്കാട്ടിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിൽ നിൽക്കുകയായിരുന്ന 3 അംഗ സംഘത്തിനിടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് ദാരുണാന്ത്യം. ലോട്ടറി വിൽപ്പനക്കാരനായ മൂവാറ്റുപുഴ പണ്ടപ്പള്ളി തോട്ടക്കര പുതുമനക്കുന്നത്ത് മാത്യുവാണ് മരിച്ചത്. താമരക്കാട് സ്വദേശികളായ ടോമി തെക്കേക്കൂറ്റ്, ബാലചന്ദ്രൻ പെരുമാലിക്കരയിൽ എന്നിവർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 9ഓടെയാണ് അപകടമുണ്ടായത്. രാമപുരം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് താമരക്കാട് കള്ളുഷാപ്പിന് സമീപം നിന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് പഞ്ചായത്ത് മെമ്പർ സണ്ണി പുതിയിടം പറഞ്ഞു. പാലയിൽ നിന്ന് വരുന്ന ഓൾട്ടോ കാറ്, ബ്ലാക്ക് കാറ്, ഈ താമരക്കാട് ഷാപ്പിൻ്റെ മുമ്പിൽ നിന്ന ആളുകൾ, സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളെ ഇടിച്ചു തെറിപ്പിച്ച് വാഹനം മുന്നോട്ട് പോവുകയും അവിടെ മൂത്തടുത്ത് പ്രകാശൻ്റെ പറമ്പിലേക്ക് മറിയുകയുമാണ് ഉണ്ടായത്. അവിടുന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് ആളെ അവിടുന്ന് വലിച്ചെടുത്തു കഴിഞ്ഞു. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മരിച്ച മാത്യുവിന്റെ മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കല്ലൂർക്കാട് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽദാനവും നടത്തി. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർക്കാട് പുതുതായി നിർമ്മിച്ച പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽദാനവും നടത്തി. മുൻ MLA എൽദോ ഇബ്രാഹിമിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 82 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. മന്ത്രി MP രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ സാക്ഷരതയിൽ മുന്നിലായി സംസ്ഥാനത്ത് സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിൽ നടപ്പാക്കാമെന്ന് മന്ത്രി പറഞ്ഞു. ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോൾ വളരെ സന്തോഷം തോന്നി. കോർപ്പറേറ്റ് ഓഫീസുകളെ വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഒരുക്കിയിട്ടുള്ളത്. ചേംബർ ഏതാണ്ട് മന്ത്രിയുടെ ചേംബറിനോട് കടപിടിക്കും, പ്രസിഡന്റിനോട്. അതങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇവിടെ ലൈഫിന്റെ താക്കോൽദാനം കൂടി ഉണ്ട്. ലൈഫ് 5,47,000-ലധികം പേർക്കാണ് നമ്മൾ ലൈഫ് പദ്ധതി തുടങ്ങിയ ശേഷം ഇതുവരെ ധനസഹായം അനുവദിച്ചത്. അതിൽ 4,51,000-ലധികം പേർ വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങി. മുൻ MLA എൽദോ ഇബ്രാഹിം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാഗേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി, സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി സെബാസ്റ്റ്യൻ, ഡെൽസി ലൂക്കാച്ചൻ, AKGB, ഷിവാഗോ തോമസ്, ഉല്ലാസ് തോമസ്, റാണിക്കുട്ടി ജോർജ്, ജോസ് അഗസ്റ്റിൻ, പഞ്ചായത്ത് സെക്രട്ടറി KT മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ നിലവിൽ പൂർത്തീകരിച്ച 25 വീടുകളുടെ താക്കോൽദാനവും ഇതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.
മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ബ്ലോക്ക് ഉടൻ നാടിന് സമർപ്പിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചാണ് OP ബ്ലോക്ക് നിർമ്മിച്ചത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ബ്ലോക്ക് ഉടൻ നാടിന് സമർപ്പിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA. വിവിധയിടങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന OP ഡിപ്പാർട്ട്മെന്റുകൾ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ സൗകര്യാർത്ഥം ഒരു ബ്ലോക്കിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചാണ് OP ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. MLAയും നഗരസഭാ പ്രതിനിധികളും ആശുപത്രി സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. OP ബ്ലോക്കിനോടൊപ്പം ലക്ഷ്യ ലേബർ റൂമിന്റെയും നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനവും ഉടൻ നടത്തുമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. OP എല്ലായിടത്തും ഒരിടത്ത് കേന്ദ്രീകരിക്കാൻ ലക്ഷ്യമിട്ട് നമ്മൾ OP ബ്ലോക്കിന് അഡീഷണൽ ആയിട്ടൊരു ബ്ലോക്ക് പണിത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഇന്റീരിയേഴ്സും ചെയ്ത് ഡോക്ടർമാർക്ക് ഇരിക്കാൻ പറ്റുന്ന ക്യാബിനുകളെല്ലാം എല്ലാം പണിത് അത് ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് റെഡിയാവുകയാണ്. അതിന്റെ പണികൾ ഞങ്ങൾ സന്ദർശിച്ചു. തൃപ്തികരമായ രീതിയിൽ പണി പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ PWD ഡിപ്പാർട്ട്മെന്റും സൂപ്രണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നിർവഹിക്കും. അതുപോലെ തന്നെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഗൈനക്കോളജിക്ക് പ്രത്യേകമായിട്ടുള്ള ലേബർ റൂമിന്റെയും ലക്ഷ്യ പ്രോജക്ട് പ്രകാരം പൂർത്തീകരിച്ച ലേബർ റൂമിന്റെയും നവീകരിച്ച ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ ലേബർ റൂമിന്റെയും ഇനാഗ്രേഷൻ പൂർത്തീകരിക്കാനുണ്ട്. അതിന്റെ സാങ്കേതികമായ 1-2 കാര്യങ്ങൾ പരിഹരിച്ച് അത് ഏറ്റവും അടിയന്തരമായി അതും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി നഗരസഭയും MLAയും സംയുക്തമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. നഗരസഭയും MLAയും സംയുക്തമായി നിന്നുകൊണ്ട് കൂട്ടായി യോജിച്ച് ഇന്ന് ഈ ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഈ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടത്തും. അത് ഡോക്ടർമാർക്കും ജനങ്ങൾക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആശുപത്രിയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നഗരസഭയും MLAയും നേതൃത്വം കൊടുക്കും എന്നറിയിക്കുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് കുര്യാക്കോസ്, PM അബ്ദുൾ സലാം, കൗൺസിലർമാരായ അമൽ ബാബു, ജോയ്സ് മേരി ആന്റണി എന്നിവരും MLAയോടൊപ്പം ആശുപത്രി സന്ദർശിച്ചു. മൂവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സുവർണ ജൂബിലി സംഗമം സംഘടിപ്പിച്ചു. 1975 SSLC ബാച്ചിലെ 75ഓളം പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മാത്യു കുഴൽനാടൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. മുൻ കോതമംഗലം രൂപത വികാരി ജനറാളും വാർഡനുമായ മോൺസിഞ്ഞോർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിജയകുമാറിന്റെ കുച്ചിപ്പുടിയും സിസ്റ്റർ സെലിൻ പോൾ, ഡോക്ടർ റാണി എന്നിവരുടെ ഇംഗ്ലീഷ് കവിതയും അരങ്ങേറി. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. മൂവാറ്റുപുഴ കാർഷികോത്സവ് 2025 മെയ് 18 വരെ നീട്ടിവച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ. പ്രദർശനമേള നീട്ടിവച്ചതോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് മേള നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത്. മേളയോടനുബന്ധിച്ച പുഷ്പമേള, കൃത്രിമ വനം, വളർത്തോമനകളുടെ സംഗമം, അക്വേറിയം, ടണൽ റോഡ്, കാർഷിക പ്രദർശനം, ഭാഗ്യപരീക്ഷണ നറുക്കെടുപ്പുകളും നടത്തപ്പെടും. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന കുതിരസവാരി, മറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവയും പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാഴപ്പള്ളി മണിയാട്ടിക്കുടിയിൽ ചാക്കോ MC 82 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 1 കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുടയാനിപ്പള്ളിയിൽ നടത്തപ്പെടും. മക്കൾ ബെറ്റി, അനു, മരുമക്കൾ ജെയ്മോൻ, റോബിൻ. ആരക്കുഴ കരോട്ടടക്കൽ ഐപ്പ് ജോസഫ് 85 നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ നടത്തപ്പെട്ടു. മക്കൾ ഷേർലി, ലാലി, ജോഷി, ജോബി, ഡാലി. മരുമക്കൾ ജെയിംസ്, ജേക്കബ്, ജാൻസി, ജിജി, വിനു. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് 14 രാവിലെ 9-നും 10-നും മധ്യേ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.